സ്വാമി തന്മയയ്ക്ക് അന്ത്യപ്രണാമം. ഗുരുപരമ്പരയിലെ സന്യാസി ശ്രേഷ്ഠന് പ്രാർത്ഥനയോടെ യാത്രാമൊഴി. ബ്രഹ്മലീലനായ സ്വാമി തന്മയയുടെ സമാധി സമർപ്പണം ഗുരുകുല ബന്ധുക്കളുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ആത്മീയ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നടന്നു. വർക്കല നാരായണ ഗുരുകുലത്തിലെ പ്രാർത്ഥനാ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു. ഗുരു നാരായണഗിരിയിൽ ഗുരു മുനിനാരായണ പ്രസാദിനെ സമാധിയിരുത്തിയ പുണ്യസ്ഥലത്തോട് ചേർന്നു തന്നെയാണ് ഗുരുപരമ്പരയിലെ സന്യാസിവര്യൻ സ്വാമി തന്മയയുടെയും സമാധി സമർപ്പണം നടന്നത്. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ധർമ്മസംഘം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, സ്വാമി ഋദംബരാനന്ദ, സ്വാമി സൂക്ഷ്മാനന്ദ, സ്വാമി ശങ്കരാനന്ദ, സ്വാമി സാന്ദ്രാനന്ദ, നാരായണ ഗുരുകുലത്തിലെ ഗുരു ത്യാഗീശ്വരൻ, നാരായണ ഗുരുകുലം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി മന്ത്രചൈതന്യ, ഗുരുകുലത്തിലെയും ശിവഗിരിയിലെയും വിവിധ സന്യാസി മഠങ്ങളിലെയും സന്യാസിമാർ, ഗുരുകുല ബന്ധുക്കൾ, അന്തേവാസികൾ, BJP നേതാവ് കുമ്മനം രാജശേഖരൻ, സാമൂഹ്യ സാംസ്കാരിക ആത്മീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കുകൊണ്ടു. സ്വാമി തന്മയയുടെ പൂർവാശ്രമവും ജീവിതരേഖയും പ്രേക്ഷക അറിവിലേക്ക്. 73-ാം വയസ്സിൽ ബ്രഹ്മലീലനായ സ്വാമി തന്മയ നാരായണ ഗുരുപരമ്പരയിലെ 5ാം സ്ഥാനീയനായിരുന്നു. 1953 വർക്കലയ്ക്കടുത്തുള്ള അകത്തുമുറിയിൽ കൊടിയിൽ വീട്ടിൽ രാമകൃഷ്ണൻ്റെയും പത്മത്തിൻ്റെയും മകനായി ജനിച്ചു. ആർ തമ്പാൻ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ നാമം. വർക്കല SN കോളേജിൽ നിന്നും ബോട്ടണിയിൽ ബിരുദം നേടിയ ശേഷം 1980 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടി. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗവേഷണം നടത്തുന്ന കാലത്താണ് ഗുരു നിത്യചൈതന്യേതിയെ കണ്ടുമുട്ടുന്നത്. അത് സന്യാസ ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവായി. 1986 ഊട്ടി ഫേൺഗിൽ ഗുരുകുലത്തിലെത്തുകയും ഗുരു നിത്യചൈതന്യേതിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടെ അന്തേവാസിയാകുകയും ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. 2002 ജനുവരി 1 ഗുരു മുനിനാരായണ പ്രസാദിൽ നിന്ന് കാഷായം സ്വീകരിച്ച് സന്യാസിയായി. ഡോക്ടർ തമ്പാൻ സ്വാമി തന്മയ എന്ന സന്യാസനാമം സ്വീകരിച്ചു. തുടർന്ന് പരിവ്രാജക ജീവിതവും സ്വദേശത്തും വിദേശത്തുമായുള്ള സഞ്ചാരവും ലണ്ടനിലെ ശ്രീനാരായണ മിഷനിൽ താമസിച്ച് ജിജ്ഞാസുക്കൾക്ക് ഗുരുദർശനങ്ങൾ പകർന്നു നൽകി. പാശ്ചാത്യ ചിന്തകനായ സ്പിനോസയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ദർശനങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം ഗുരുകുലം മാസികയിൽ പതിവായി പ്രസിദ്ധീകരിച്ചു. അലോപ്പതിയിലും ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും നിറഞ്ഞ പാണ്ഡിത്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എണ്ണമറ്റ ശിഷ്യസമ്പത്തിൻ്റെയും സൗഹൃദ സമ്പത്തിൻ്റെയും ഉടമയായിരുന്നു അദ്ദേഹം. സ്വാമി തന്മയ ഇനി ഇല്ല എന്നത് നാരായണ ഗുരുകുല പ്രസ്ഥാനത്തിനും ഗുരുദർശന പഠിതാക്കൾക്കും തീരാ നഷ്ടമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അറിവും ഗുരുദേവ ദർശനങ്ങളിലെ അറിവും സമന്വയിപ്പിച്ച പുണ്യശ്ലോകനായ ഒരു വിജ്ഞാന സൂര്യനാണ് അണയപ്പെട്ടത് എന്നത് എന്നും എല്ലാ കാലത്തും അപരിഹാര്യമായ നഷ്ടമാണ്. ഗുരുപരമ്പരയിലെ 5ാമന് വന്ദ്യനായ സന്യാസി ശ്രേഷ്ഠൻ സ്വാമി തന്മയയ്ക്ക് അന്ത്യപ്രണാമം.